ഹലോ, ഞാൻ പ്രതാപൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ഫയലുകൾ പാസ്വേഡ് കൊടുത്ത് സേവ് ചെയ്ത് സൂക്ഷിക്കാം, മറ്റുള്ളവർ നമ്മുടെ ഫയലുകളെടുത്ത് മിസ്യൂസ് ചെയ്യാതിരിക്കാനും നമ്മുടെ ഫയലുകളെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സേഫായിട്ട് കീപ്പ് ചെയ്യാനും വേണ്ടി എങ്ങനെയാണ് അതിന് പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. സാധാരണ MS ഓഫീസിലുള്ള എല്ലാ ആപ്ലിക്കേഷനിലും വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഫയലുകൾ ഒരു പർട്ടിക്കുലർ കോഡുകൾ കൊടുത്തിട്ട് സേവ് ചെയ്യുമ്പോൾ തന്നെ പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ ആ പാസ്വേഡ് കൊടുക്കുമ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ഫയൽ തുറക്കുന്നതിന് വേണ്ടി ഒരു പാസ്വേഡും, ഫയൽ തുറന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പാസ്വേഡ് നമ്മൾ കൊടുക്കുക. അപ്പോൾ രണ്ട് പാസ്വേഡ് നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജുകളിൽ നമുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് ഫയൽ തുറക്കുന്നതിന് വേണ്ടി ഒരു പാസ്വേഡ് കൊടുക്കാം. ഫയലിനകത്ത് ചിലർക്ക് നമ്മുടെ ഫയൽ വ്യൂ ചെയ്താൽ മതി, അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട, നമ്മുടെ ഫയലിൽ നിന്നുള്ള കണ്ടൻസിന് ഉള്ളടക്കം മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതും, ആ ആൾക്ക് അത് ഫയലിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാസ്വേഡ് കൂടെ കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ MS വേഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിനു മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പല സ്ഥലങ്ങളിലും MS ഓഫീസ് പോലെയുള്ളതോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസ് പോലെയുള്ളതോ പല എഡിഷനുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഓരോന്നും പുതിയ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഓരോ പതിപ്പുകൾ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കമാൻഡുകളുടെ രൂപഘടനയിലും അതുപോലെ തന്നെ പ്രവർത്തനം സെയിം ആയിരിക്കാം, പക്ഷെങ്കിൽ നമുക്കത് കമാൻഡുകൾ പല കോണുകളിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പുതിയ ഒരു വെർഷനിൽ, ഇപ്പം സാധാരണ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പതിപ്പിൽ നിന്ന് മറ്റൊരു പതിപ്പിലേക്ക് നമ്മൾ നമ്മുടെ അറിവിനെ മാറ്റം വരും, അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചെറിയ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കമാൻഡുകൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സന്ദർഭത്തിൽ നിങ്ങൾ ഈസി ആയിട്ടുള്ളത് MS വേഡ് ആയാലും MS എക്സൽ ആയാലും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഏത് പാക്കേജ് ആണെങ്കിലും അവിടെ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ അവിടെയുണ്ട്. അപ്പോൾ സാധാരണ നമ്മളത് F1 പ്രസ് ചെയ്യുമ്പോഴാണ്, കീബോർഡിലെ F1 പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അവിടെ ഓപ്പണായി വരികയാണ്. ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ MS ഓഫീസിൻ്റെ പല പാക്കേജുകളിലും നമ്മൾ ഇന്ന് കാണപ്പെടുന്ന പല ചില കാർട്ടൂൺ കഥാപാത്രങ്ങളോട് കൂടിയ ചില സിമ്പലുകളായിരുന്നു വരുന്നത് F1 പ്രസ് ചെയ്യുമ്പോൾ. അവിടെ നമ്മൾക്ക് എന്താണോ ഇപ്പം വേഡ് ഫയൽ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെങ്കിൽ വേഡ് ഫയൽ പ്രൊട്ടക്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് ഏത് മെനുവിലാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നതെന്നുള്ളതും നമുക്ക് കറക്റ്റായിട്ട് അത് പറഞ്ഞു തരുന്നത്. അത് ആ രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. അതൊരിക്കലും നമ്മുടെ മെമ്മറിയിൽ നിന്ന് അത് മാഞ്ഞു പോകില്ല അങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസിക് കോഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉള്ള ഒരാൾക്ക് അയാളുടെ അവയർനെസ് അതല്ലെങ്കിൽ അയാളുടെ നോളജ് വർദ്ധിപ്പിക്കാൻ കഴിയും സ്വയമായിട്ട് തന്നെ. അങ്ങനെ വർദ്ധിപ്പിക്കപ്പെടുന്ന നോളജുകൾ ഒരു കാരണവശാലും നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോകില്ല, നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടില്ല. അതെല്ലാം നമുക്കത് ഈസി ആയിരിക്കും. നമ്മൾ തനിയെ കണ്ടെത്തുന്ന പലതും നമുക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം MS വേഡിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ഫയൽ പ്രൊട്ടക്ഷൻ MS വേഡിൻ്റെ ഫയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യകാലങ്ങളിലെ വെർഷനുകളിൽ സേവ് ആസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അവിടെ ടൂൾസ് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് സെക്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ അവിടെ റീഡ് ഓൺലി ആ മോഡിൽ, അതായത് നമ്മുടെ ഫയലിനെ മോഡിഫിക്കേഷൻ മോഡാക്കാനും അതേപോലെ തന്നെ മോഡിഫിക്കേഷൻ വേണ്ട പ്രൊട്ടക്റ്റഡ് മോഡാക്കാനും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാനും രണ്ട് പാസ്വേഡ് കോളം അവിടെ ഉണ്ടായിരിക്കും. ആ കോളത്തിൽ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യാനും മറ്റൊന്ന് നമുക്ക് മോഡിഫൈ ചെയ്യാനും രണ്ട് രീതിയിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കൊരാൾക്ക് നമ്മുടെ ഫയലിനെ കാണിച്ച് ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുമ്പോൾ അയാൾക്ക് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് കൊടുത്താൽ മതി. അയാൾക്ക് മോഡിഫൈ ചെയ്യാനോ ചേഞ്ചസ് ഒന്നും വരുത്താനോ ഒന്നും അലോ ചെയ്യത്തില്ല, ജസ്റ്റ് വ്യൂ ചെയ്യുക അയാൾക്ക്. അങ്ങനെയുള്ളതിനെയാണ് റീഡ് ഓൺലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില സമയങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഫയലിനെ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ പറഞ്ഞിട്ട് അതിൽ റീഡ് ഓൺലി ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡിഫിക്കേഷൻസ് നടത്താൻ പറ്റില്ല. പറ്റും, പക്ഷേങ്കിൽ
നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലിൽ അത് ഒരു കാരണവശാലും സേവ് ആകത്തില്ല. മറ്റൊരു ഫയൽ നെയിമിൽ നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് മാറ്റാൻ കഴിയും. നമ്മുടേതായ ഒരു പേര് കൊടുത്ത് വേണമെങ്കിൽ സേവ് ആക്കാം. അതാണ് റീഡ് ഒൺലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് MS വേഡിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് 2019 MS ഓഫീസ് പാക്കേജ് ആകുമ്പോൾ അതിൽ വേഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മളിത് ഉപയോഗിക്കുന്ന, നിങ്ങളിപ്പോൾ ഓഫീസുകളിലോ നിങ്ങളുടെ വീടുകളിലോ ഉപയോഗിക്കുന്ന ഒരു വെർഷനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. അപ്പം തൽക്കാലം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഹെൽപ്പ് ലൈൻ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ വേഡ് ഫയൽ പ്രൊട്ടക്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കവിടെ ആ പറയുന്ന റോബോട്ട് നമ്മൾക്ക് പറഞ്ഞു തരും എവിടെയാണ് MS വേഡിൽ വേഡിൻ്റെ ഫയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കമാൻഡ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ മെനു ഇതിൻ്റെ ഏത് സെക്ഷനിലാണെന്നുള്ള പറയും. അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയോ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ MS വേഡ് ഞാൻ ഉപയോഗിക്കുന്ന വെർഷനിൽ എങ്ങനെയാണ്, അപ്പോൾ MS വേഡ് പ്രോഗ്രാം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന മെനുവിൻ്റെ സെക്ഷനിൽ നേരെ പോകേണ്ടത് റിവ്യൂ എന്ന് പറയുന്നതാണ്. ഞാൻ 2019 എന്ന് പറയുന്ന MS വേഡിൻ്റെ പതിപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് റിവ്യൂവിനകത്താണ് എനിക്ക് MS വേഡിൻ്റെ പ്രൊട്ടക്ഷനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് റിവ്യൂ എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ലിസ്റ്റുകൾക്ക് അടുത്ത് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നൊരു കമാൻഡ് ഉണ്ടാകും. അതിൽ ഫസ്റ്റ് കമാൻഡാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, പ്രൊട്ടക്റ്റ് ഡോക്യുമെൻറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു പാസ്വേഡും ഓപ്പൺ ചെയ്ത ഫയലിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെയാണ് വരുന്നത്. അപ്പം ഏതാണ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് നമ്മൾ കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ വളരെ ശ്രദ്ധിക്കാൻ, നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് വളരെ അലർട്ടായിട്ട് തന്നെയാണ് നിങ്ങളത് വളരെ കെയർഫുള്ളായിട്ട് കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കാരണവശാലും നമുക്ക് നമ്മുടെ വേഡിൻ്റെ ഫയലിനെ തുറക്കാൻ കഴിയില്ല. അപ്പോൾ കൊടുക്കുമ്പോൾ കോമൺ ആയിട്ട് നിങ്ങളെപ്പോഴും യൂസ് ചെയ്യുന്ന, നിങ്ങളെപ്പോഴും ഓർമ്മയിൽ കൊണ്ടു കിടക്കുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടുന്ന വിധത്തിലുള്ള വേഡുകളുണ്ടെങ്കിൽ അതായിരിക്കും കൊടുക്കാൻ ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫയലുകൾ മറ്റൊരാൾക്ക് കാണാനോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാനോ അയാൾക്ക് ഉപയോഗിക്കാനോ കഴിയാത്ത വിധമാക്കി മാറ്റുമെന്നുള്ളതാണ്. ഞാനിവിടെ പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. അവിടെ ഓപ്പൺ ചെയ്യാനുള്ളതുണ്ട്. അവിടെയാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന പാസ്വേഡ്. അതേപോലെ തന്നെ ആ പാസ്വേഡ് തന്നെ വീണ്ടും എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട് ഒന്നുകൂടെ. രണ്ടാമത്തെ കോളം വേണമെങ്കിൽ നമുക്ക് MD ആക്കാം. MD ആക്കി കഴിഞ്ഞാൽ അവന് പാസ്വേഡ് ഇല്ലാതെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിലും പാസ്വേഡ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റൂ. അവിടെയും നമ്മൾ റീടൈപ്പ് ചെയ്യണം, നമ്മുടെ പാസ്വേഡിനെ റീകൺഫേം ചെയ്യണം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫയൽ പ്രൊട്ടക്റ്റഡായി. അങ്ങനെയുള്ള ഫയൽ നമ്മൾ മെമ്മറിയിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈമിൽ നമ്മുടെ ഫയൽ തുറക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് പാസ്വേഡ് ചോദിക്കും. അപ്പം ഞാൻ ഫയലിന് പേര് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. പക്ഷേങ്കിൽ പഴയ വെർഷനുകളിലാണെങ്കിൽ ഇവിടെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ താഴെയായിട്ട് ടൂൾസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ് ലഭ്യമാണ്. ഇതേപോലത്തെ ഒരു സ്ക്രീനായിരിക്കും വരുന്നത്. റീഡ് ഒൺലി മോഡിലുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയും ഫയൽ ഓപ്പണിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും അവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ടാവും. അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ പാസ്വേഡ് എന്താണെന്ന്. ഇവിടെ ഞാൻ ഫയൽ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും അറിയാൻ പറ്റാത്ത ഒരു സംവിധാനമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. സേവ് ബട്ടൺ കൊടുത്ത് ഞാൻ ആ ഫയൽ സേവ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ആ ഫയൽ തുറക്കാനാണ് ശ്രമിക്കുന്നത്. തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫയൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇങ്ങനൊരു സ്ക്രീനായിരിക്കും നമ്മൾക്ക് വരുന്നത്. എൻ്റർ ദ പാസ്വേഡ് ടു ഓപ്പൺ ദിസ് ഫയൽ. നമ്മളിപ്പോൾ തെറ്റായിട്ട് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾക്കത് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. മൈക്രോസോഫ്റ്റ് വേഡ് ദിസ് പാസ്വേഡ് ഈസ് ഇൻകറക്റ്റ്, വേഡ് കനോട്ട് ഓപ്പൺ ദ ഡോക്യുമെൻറ്റ്. ഇതായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന മെസ്സേജ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള പാസ്വേഡ് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫയൽ തുറക്കാൻ കഴിയില്ല. അടുത്തത് വീണ്ടും ചോദിക്കുന്നത് മോഡിഫൈ ചെയ്യണമെന്നുള്ളതാണ്. മോഡിഫൈ ചെയ്യാനുള്ള പാസ്വേഡ് നമ്മുടെ കൈവശമില്ല എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് റീഡ് ഒൺലി ആയിട്ട് മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നോർമലി ഈ പറയുന്ന അതല്ലെങ്കിൽ റീഡ് ഒൺലി ആയിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ തുറന്നു വരും. അവിടെ പറയുന്നു റീഡ് ഒൺലി ആണ്, ദിസ് ടു സേവ് എ കോപ്പി ഓഫ് ദിസ് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റിന് നമുക്ക് മേക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതേപോലെ തന്നെ നിങ്ങൾക്കും യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കേ.